അപ്പോൾ മയ്യത്തിൻ്റെ ഖബറിൻ്റെ ഉള്ളിലുള്ള കിടത്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ചെരിച്ച് കിടത്തണം. തലയും കാലും പടിഞ്ഞാറെ ചുമരിലേക്ക് ചേർത്തി വെക്കണം. പുറഭാഗം കുറച്ച് ബാക്കോട്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് മരണപ്പെട്ട ചെറിയാക്കാൻ്റെ സഹോദരിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. 2 ദിവസം മുമ്പ് മരണപ്പെട്ട നമ്മളെ മാഷ അളിയാക്കാക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. ആമീൻ. അപ്പോൾ മയ്യിത്തിൻ്റെ പള്ള പടിഞ്ഞാറെ ചുമരിലേക്ക് ചേർത്തണ്ട. തലയും ചേർത്തണം, കാലും ചേർത്തണം. ബാക്ക് ഭാഗം കുറച്ച് വെയ്യോട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഒരു കല്ല് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുക്കുകയും ചെയ്യും. ഒരു പൂള് വെച്ച് കൊടുക്കുക. അപ്പം അവിടെ മറിയില്ല. ചെരിഞ്ഞ് തന്നെ കിടക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാനുള്ളത് യഹ്സുവ മൻ ഹളറ ദഫ്ന. മറമാടലിന് പങ്കെടുത്ത ആളുകൾ വാരിയിടണം സലാസ ഹസയാത്തിൻ 3 പിടി മണ്ണ്. മറമാടുന്നിടത്ത് ഹാജരായ ആളുകൾക്കുള്ളൊരു പണിയാണ്, സുന്നത്തായ കർമ്മമാണ് 3 വാരൽ. അതെങ്ങനെയാണ്? ബി യദൈഹി, 2 കൈകൊണ്ടും ചേർത്തി മണ്ണ് എടുക്കണം. ഒരു കൈകൊണ്ട് മാത്രം മണ്ണെടുത്തിട്ട് അങ്ങനല്ല, 2 കൈകൊണ്ടും ചേർത്തിയിട്ട് മണ്ണ് എടുക്കണം. അത് എവിടുന്ന് എടുക്കണം? മിൻ തുറാബിൽ ഖബറി, ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത മണ്ണെന്നെ ആവണം. അപ്പുറത്തെ ഖബറിൻ്റെ മേൽ നിന്നുള്ള മണ്ണല്ല, ഈ പുതിയ ഖബറിന് വേണ്ടി കുത്തിയതായ മണ്ണിൽ നിന്ന് തന്നെയാണ് മണ്ണെടുക്കേണ്ടത്. അത് എവിടെ നിന്ന്, ഏത് ഭാഗത്തുനിന്ന്? മിൻ ഖിബലി റഅ്സിഹി, മയ്യത്തിൻ്റെ തലഭാഗത്തുനിന്ന് തുടങ്ങണം. ഒരു 3 പിടി മണ്ണും ഇടേണ്ടത് സുന്ന, അത് 2 കൈയും ചേർത്ത് വാരണമെന്ന. തലഭാഗത്തിൽ നിന്നാ തുടക്കം വേണ്ടതും മിൻഹ മുതൽ സുന്നത്ത് തന്നെ തോന്നുന്നതും. മിൻഹ ഖലഖനാക്കും മുതൽ ആണ്. ഓരോ പിടിമണ്ണിനും ഓരോ ദിക്റുണ്ട്. ആ ദിക്ർ എവിടെയുള്ളതറിയോ? സൂറത്ത് തോഹ 55-ാമത്തെ ആയത്തിലാണ്. ഖുർആനിൻ്റെ സൂറത്ത് തോഹ 55-ാമത്തെ ആയത്താണത്. മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ. ഒറ്റ ആയത്താണത്. ആ ആയത്തിനെ 3 കഷ്ണാക്കിക്കാം. ഓരോ പിടിമണ്ണിലും ആ ദിക്ർ ചൊല്ലണം. അതിൻ്റെ അർത്ഥം, ഈ മണ്ണിൽ നിന്ന് നാം നിങ്ങളെ പടച്ചു. അപ്പം നമ്മളെ പടച്ച മണ്ണിലേക്കാണ് നമ്മൾ എത്തുക. ഇപ്പം നമ്മളെ ഖബർസ്ഥാനി ഇവിടുത്തെ പള്ളിയിലത്തെ ഖബർസ്ഥാനിയാണെന്ന് മൊത്തത്തിൽ പറയുക നമ്മൾ. ചിലപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ മണ്ണെടുത്തത് മദീനത്തു നിന്നേക്കാറും, അപ്പം അവിടെ പോയിട്ട് മരിക്കും. അല്ലെങ്കിൽ മക്കത്തു നിന്നേക്കാറും, അപ്പം അവിടെ പോയിട്ട് മരിക്കും. ചിലപ്പോൾ ജോലി ചെയ്യാൻ പോണ കുവൈറ്റിലോ സൗദി അറേബ്യൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്കാറും, അപ്പം അവിടെ പോയിട്ട് മരിക്കും. നാളെ പേരാമ്പ്ര ഒരാൾ മരിച്ചിട്ട് പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മയ്യത്തിനെ കിട്ടിയത്. അളിഞ്ഞിക്കണ്. അപ്പോൾ മണ്ണ് മാന്തി, JCB വന്ന് മാന്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോൾ സാധനം അളിഞ്ഞെടുക്കുക. ചെറുപ്പക്കാരൻ. എന്നിട്ട് ആ ജഡ എങ്ങോട്ട് കൊണ്ടുവന്നു? വീട്ടിൽ കൊണ്ടുവന്നു മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ ഒരു കഥ കേട്ടപ്പോഴും കണ്ടപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് മിൻഹാ ഖലഖനാകുന്ന, ഈ മണ്ണിൽ നിന്നാണ് ഓനെ പഠിച്ചത്. അപ്പോൾ ഓനെ പേരാമ്പ്രക്കന്നെ കൊണ്ടുവന്നു. വഫീഹാ നുഈദുക്കും, ആ മണ്ണിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കും. വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ, ഖിയാമത്ത് നാളാകുമ്പോൾ ആ മണ്ണിൽ നിന്ന് നമ്മളെ പുറപ്പെടിച്ചു കൊണ്ടുപോകും. നമ്മളൊക്കെ ഖബറിന്ന് നീച്ചു പോകും. എല്ലാവരും മഹ്ശറയിലേക്ക് പോകും. അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞ വാക്കുകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമ്മ പ്രസവിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ ഒരു പക്ഷിയായി പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ. ചില ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞ്
ആയിഷ ബീവി പറഞ്ഞത് ലൈത്തനി കുന്തു നിസിയം മൻസിയ, എന്നെ പടച്ചോനെന്ന് മറന്നാ മതിയെന്നാ. അപ്പൊ നമ്മളൊക്കെ ഒരു പൂച്ചയായി പഠിച്ചിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ പറയുന്നു, ഇത് മനുഷ്യനായി പഠിച്ചില്ലേ. അപ്പൊ പരലോക ജീവിതത്തിലേക്കുള്ള പ്രയാണാണിത്. അപ്പൊ ഈ ഒരു യാത്ര മരിച്ചോടുകൂടെ തീരല്ല, മരിച്ചതിന് ശേഷം തുടങ്ങാണ് എന്ന ദിക്ർ, അർത്ഥമുള്ള ദിക്ർ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൊല്ലുന്നു. 3 പ്രാവശ്യം മണ്ണ് വാരിയിടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം റാഹത്തിനു പോലെ ആക്കിത്തരുമാറാവട്ടെ. ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മളെ പള്ളിപ്പണിയിലേക്ക് പൈസ എല്ലാം കൊടുത്തടച്ച ഒരു സഹോദരൻ, മാഷാ അല്ലാ, 5 ലക്ഷത്തിന്റെ ബർക്കത്തുള്ള 5000 റുപ്യ അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ആ സഹോദരന്റെ സ്വതക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ സ്വതക്ക പോലെയുള്ള മറ്റുള്ള എല്ലാ സ്വതക്കകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു കല്യാണം ഇൻഷാ അല്ലാഹ് നടന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഖൈറായ ഇണയെ അദ്ദേഹത്തിന്റെ മോൻ അല്ലാഹു തആല ആക്കി കൊടുക്കട്ടെ. ശാരീരികവും മാനസികവുമായ സുഖങ്ങൾ അല്ലാഹു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളെ ഈ ഇരുത്തവും പറച്ചിലും നീ കബൂലാക്കണേ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് ഖൈറുകൾ നൽകണേ അല്ലാഹ്. വല്ല ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഞങ്ങളെ മേലെ വരുന്നുണ്ടെങ്കിൽ തട്ടിമാറ്റണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അതിലേക്ക് സഹായിച്ച, സഹകരിച്ച, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, ഓടി നടക്കുന്ന എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം നിന്റെ പക്കൽ നിന്ന് നീ നൽകണേ അല്ലാഹ്. വലിയ മാറാ രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാഹ്. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അറ്റാക്കായിട്ട് മരിപ്പിക്കല്ല അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലെയുള്ള വലിയ വലിയ സംഖ്യ വരുന്ന ഓപ്പറേഷനുകളൊന്നും ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രവാസികൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. നാട്ടിലുള്ളവർക്കും ഖൈർ നൽകണേ അല്ലാഹ്. നാട്ടിൽ നിന്ന് ഇന്നലെയൊക്കെ പുറപ്പെട്ട ആളുകളുടെ യാത്രയിലും ലക്ഷ്യസ്ഥാനത്തേക്കും എത്തിച്ച് അവരെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇന്നും പോകാൻ നിൽക്കുന്ന സഹോദരനുണ്ട്, അല്ലാഹുവേ, യാത്രയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നിക്കാഹ് ഉറപ്പിച്ചു വെച്ചവരുണ്ട്, കല്യാണം നിശ്ചയിച്ചു വെച്ചവരുണ്ട്, എല്ലാം ഖൈർ പോലെ നടത്തി കൊടുക്കണേ അല്ലാഹ്. ഷുഗർ, പ്രഷർ പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, എല്ലാതും നീ സമാധാനാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ശഅബാനാണ് ഈ മാസം. ഈ ശഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കഴിഞ്ഞ റജബിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്. ഇന്നത്തെ ബദർ മൗലിദിന്റെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ സദഖ ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിലേക്ക്. അവരുടെ എല്ലാ സദഖകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب.